السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബാല്യഭർത്ത ജീവിതം, ദാമ്പത്യ ജീവിതം, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് പഠിക്കണം. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയാണ്. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം കളിതമാശകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമായിരിക്കണം അവർ നയിക്കേണ്ടത്. അപ്പോഴാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും റാഹത്തും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഭർത്താവ് വല്ല ഗൗരവക്കാരനായി അവർ വെറും കൽപ്പിക്കുന്ന ആളായി മാത്രം മാറി ഭാര്യ വെറും വീട്ടുജോലിക്കാരിയായി മാത്രം മാറുന്നൊരവസ്ഥ അതൊരിക്കലും കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒന്നല്ല. മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോടൊപ്പം ഒന്നിച്ചു നിന്ന് വീട്ടുജോലികളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അതോടൊപ്പം അവരോടൊപ്പം ഒന്നിച്ച് കളിത്തമാശകളിലൊക്കെ അവരോട് കൂടെ ചേർന്ന് നിന്നിരുന്നു എന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു തആല അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നിച്ച് ഒരു ഓട്ടപ്പന്തയം നടത്തിയ സംഭവം ഇമാം നസായി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. വളരെ രസകരമായൊരു സംഭവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു യാത്ര പുറപ്പെടുകയാണ്. കൂടെ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തുമുണ്ട്. അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അന്ന് ഞാൻ വലിയ തടിയുള്ള ആളൊന്നുമല്ല, ഞാൻ സ്കെൽറ്റായ ഒരാളാണ്. അങ്ങനെ യാത്ര മധ്യ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഖാല ലിയ സ്വഹാബിഹി തഖദ്ദമു, അവിടുത്തെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോയി. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാ തആല യുസാബിഖി, ആയിഷ ഇങ്ങോട്ട് പോയി നമുക്കൊരു ഓട്ടപ്പന്തയ മത്സരം നടത്തിയാലോ. അങ്ങനെ ഫസാബഖതുഹു, മുത്തുനബിയും ഞാനും ഒരു ഓട്ടപ്പന്തയ മത്സരം നടത്തി. ഫസബഖതുഹു അലാ രിജ്ലിയ്യ, ഞാൻ മുത്തുനബിയെ പരാജയപ്പെടുത്തി. അന്ന് മുത്തുനബി തങ്ങൾ തോറ്റു, ഞാൻ വിജയിച്ചു. അങ്ങനെ ഫലമ്മ കാന ബാദു, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഖറജത്തു മഅഹു ഫി സഫരിൻ, മറ്റൊരു യാത്രയിൽ മുത്തുനബി തങ്ങളോടൊപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹു പുറപ്പെടുക. അങ്ങനെ അന്ന് മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും മുത്തുനബിയും ഒറ്റക്ക്. എന്നിട്ടോ മുത്തുനബി തങ്ങൾ പറയാ സുമ്മ ഖാല തആല യുസാബിഖി, ആയിഷ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരു ഓട്ടപ്പന്തയ മത്സരം നടത്താം. വനസിയത്തുല്ലദീ കാന, മുമ്പ് ഓട്ടപ്പന്തയ മത്സരം നടത്തി റസൂലുള്ളാഹിനെ പരാജയപ്പെടുത്തിയ സംഭവം ഞാൻ മറന്നിട്ടുണ്ട്. ആയിഷ ബീവി പറയാ എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ വഖദ് ഹമൽത്തുൽ ലഹ്മ, ഞാൻ നന്നായി തടിച്ചിട്ടുണ്ട്, തടിയൊക്കെ കൂടി എനിക്ക് ഓടാനൊന്നും കഴിയാത്തൊരവസ്ഥ അപ്പോൾ ഉണ്ടായിരുന്നത്. ഫഖുൽതു, മുത്തുനബിയോട് ഞാൻ പറഞ്ഞു, കൈഫ ഉസാബിഖുക യാ റസൂലല്ലാഹ്, നബിയെ ഞാനിപ്പോൾ എങ്ങനെ അങ്ങയോടൊപ്പം ഓട്ടപ്പന്തയ മത്സരം നടത്തുക. വഅന അലാ ഹാദിഹിൽ ഹാൽ, ഞാൻ അങ്ങ് തടി മണ്ണൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുത്തുനബി തങ്ങൾ വിട്ടുകൊടുത്തില്ല. ഫഖാല, അവിടെ നിന്ന് പറഞ്ഞു, ല തഫ്അലിന്ന, നിങ്ങൾ ഓട്ടപ്പന്തയ മത്സരം നടത്തിയേ മതിയാകൂ, നമുക്ക് ഓട്ടപ്പന്തയ മത്സരം നടത്താം. അങ്ങനെ ഫസബഖതുഹു, അങ്ങനെ ഞാൻ നബിയും ഓട്ടപ്പന്തയ മത്സരം നടത്തി. ഫസബഖനി, മുത്തുനബി തങ്ങൾ എന്താക്കി, എന്നെ പരാജയപ്പെടുത്തി. മുത്തുനബി അന്ന് ജയിച്ചു. എന്നിട്ടോ ഫജഅല യദ്ഹഖു, മുത്തുനബി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഖാല ഹാദിഹി ബിതിൽക സബഖ, അന്ന് നമ്മൾ ഓട്ടപ്പന്തയ മത്സരം നടത്തിയപ്പോൾ നീ എന്നെ പരാജയപ്പെടുത്തിയില്ലേ, അതിന് മറുപടിയാണ് കേട്ടോ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പം എന്തുമാത്രം റൊമാൻസാൻ റസൂലുള്ളാഹി തങ്ങൾ കാണിക്കുന്നത്, എന്തുമാത്രം സന്തോഷത്തോടുകൂടെ ഭാര്യമാരോടൊന്നിച്ച്. അതുപോലെ തന്നെ മറ്റ് പല ഹദീസുകൾ വന്നതുപോലെ കുട്ടികളോടും അടിമകളോടും മറ്റുള്ളവരോടൊക്കെ ഇതുപോലെ കളിതമാശകളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ലോകപ്രവാചകൻ, ലോകത്തിൻ്റെ നായകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മാതൃകയാകുകയാണ് ആണ്. അവിടുന്ന് രാജാവായി അല്ലെങ്കിൽ വലിയൊരു നേതാവായി വലിയൊരു കസാരയിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ സന്തോഷത്തിലും അവരുടെ സന്താപത്തിലൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരോടൊപ്പം അതിലെല്ലാം പങ്കാളികളാകുന്ന കാര്യങ്ങളാണ് ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ റോൾ മോഡലാക്കി അവിടുത്തെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.